ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ഓറിയോ മഗ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പയർ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ പാലും ഉണ്ടായിരുന്നു, ഓറിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അതിനാണ് ഗൈസ് ഇത്രയും വലിയ എക്സ്പ്രഷനൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിതൊരു 2 ഐറ്റംസ് മാത്രമാണ് യൂസ് ചെയ്യണത്. അതും ഓവൻ ഇല്ലാണ്ടാണ് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ബേക്ക് നല്ല സ്റ്റീം ചെയ്താണ് എടുക്കാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ അതും തന്നെ ഞാനൊരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ കോഫി കുടിക്കുന്ന കപ്പ് കുറച്ച് സ്പേസ് ഉള്ളതൊക്കെയാണ് നല്ലതാണ്. അപ്പോൾ എനിക്ക് ബൗളാണ് കിട്ടിയത് ഗൈസ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളൊരു പാക്കറ്റ് ഓറിയോ ഇടുന്നുണ്ട്. ഞാൻ അതിനകത്ത് 2 കഴിച്ചു, ബാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു കപ്പിൻ്റെ പകുതി ഭാഗം മിൽക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പേസ്റ്റ് ചെയ്താൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് പേസ്റ്റ് രൂപത്തിലാണ് കിട്ടേണ്ടത്. എന്ന് വെച്ചാൽ ഭയങ്കര ലൂസ് ആകാൻ പാടില്ല, ഒരു കട്ടി രൂപത്തിലാണ് നമുക്ക് കിട്ടാൻ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്യാം. കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് വരും. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫ്ലഫി ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ 2 യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല മിക്സാക്കി നമുക്ക് കിട്ടണം. കുറച്ച് ടൈം എടുക്കും മിക്സാക്കി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഫ്ലോപ്പ് ആവുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ, എന്നാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ നമ്മുടെ ബേസ് നമ്മൾ നന്നായിട്ട് ഇളക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാനാണ് വെക്കേണ്ടത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഒരു പാത്രം വെക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ പേര് അറിഞ്ഞൂടാ. നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കുന്ന ഒരു പാത്രമാണ്. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ നാളെ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ എനിക്ക് സുഖമാണ്. പിന്നെ നാളെ ന്യൂ ഇയർ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയില്ല. പിന്നെ നാളെ ഞാൻ ലൈവായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറിയോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലൈവാണ് ന്യൂ ഇയർ സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ടൂത്ത്പിക്കൊക്കെ വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ചെറുതായിരുന്നു പൊള്ളിയായിരുന്നു ആവി കൊണ്ടിട്ട്. അപ്പോൾ ഞാൻ അടുത്ത തവണ തുറന്നപ്പോൾ നല്ല സൂക്ഷിച്ചാണ് തുറന്നത്. ഇനിയിപ്പോൾ വീണ്ടും പൊള്ളിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് അങ്ങനെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ, ആറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് അങ്ങനെ ആറിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആറി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന്, അല്ലെങ്കിൽ ഇനി എൻ്റെ വായും കൂടെ പൊളിക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെയാണ് കഴിച്ചു നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനം നമ്മൾ തന്നെ കഴിച്ചു നോക്കുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വയറും കൂടെ നാശാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ തന്നെ കഴിച്ചു നോക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വെച്ച് ഫ്ലോപ്പ് ആവുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഒരു ബ്രൗണിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.